ഇപ്പൊ രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലാണ് ഇരിക്കുന്നത്. ഇന്നലെ മുതൽ രാജസ്ഥാനിലാണ്. അതുകൊണ്ട് നെറ്റ്വർക്കിന്റെ എത്രത്തോളം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ശബ്ദം കേട്ടില്ല എങ്കിൽ പറയണേ. രാജസ്ഥാനിലെ ഗ്രാമത്തിൽ ഒരു വീട്ടിനകത്തിരിക്കുകയാണ്. അപ്പം പ്രാർത്ഥന കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചു പോകാൻ ബാക്കി 2-3 ദിവസം കൂടെ രാജസ്ഥാനിലുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടേ പോകത്തുള്ളൂ. 3 ദിവസം പാസ്റ്റേഴ്സ് ഇവിടെയുള്ള ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ദേവദാസന്മാരുടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ്. വൈകിട്ട് ചില വീടുകളിൽ വിസിറ്റിംഗ് വന്നു. അതുകൊണ്ട് നെറ്റ്വർക്കിന്റെ അറിയത്തില്ല. നിങ്ങൾ വളരെ സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദേവദാസി ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ 7 സഭകളുടെ വിശേഷണങ്ങൾ പറഞ്ഞു. അതില് സ്മുർന, ഫിലാൽഫിയ, ഈ 2 സഭകളെ കുറിച്ചുള്ള വിശേഷത പോസിറ്റീവായിട്ട് നല്ല സ്വഭാവം, നല്ല പ്രശംസ അർഹിക്കുന്ന ചർച്ചകളാണെന്നും കേട്ടു. അത് കഴിഞ്ഞിട്ട് ഫിലദൽഫിയ ചർച്ചിന്റെ എനിക്ക് തോന്നുന്നു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞു. ആരെങ്കിലും ഒന്ന് ലാസ്റ്റ് ഒന്ന് എഴുതിയത് എന്താണെന്നും ഫിലദൽഫിയ സഭയെ കുറിച്ച്, ഫിലദൽഫിയ എന്ന സ്ഥലത്തെ കുറിച്ചും ഫിലദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥവും ഒക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ പറഞ്ഞു ഫിലദൽഫിയയുടെ സഭയുടെ മീറ്റിംഗ് പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഒരു വചനം തെസ്സലോനി എഴുതിയ ലേഖനം 4:9 and 19 അതുവരെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി പഠിക്കാനുള്ളത് ദൂത് നൽകുന്ന കർത്താവിന്റെ സവിശേഷതയെ കുറിച്ച്. ദൈവവിശുദ്ധനാണ് ദാവീദിന്റെ അതാ എനിക്ക് പറയണ്ടേ. മനസ്സിലായി. ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഈ ഫിലദൽഫിയ, ഈ ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള ദൂതൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കർത്തൃദാസന്, ആ ഓരോരോ ചർച്ചിലെ സഭയുടെ ദൂതൻ എന്ന് പറയുന്നത് പാസ്റ്റർ, അവിടുത്തെ ശുശ്രൂഷകനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ സഭയെക്കുറിച്ചും ദൈവദാസനെ കുറിച്ചുമുള്ള വിശേഷതകളാണ്, ദൂതുകളാണ് പറയുന്നത്. എന്നാൽ അതിനു മുമ്പ് ദൂത് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള വിശേഷണവും നമ്മൾ ഓരോ ദൂതിന്റെ മുമ്പേക്ക് ഓരോ സഭയെ കുറിച്ച് പഠിച്ചു. ഫിലദൽഫിയ സഭയെ കുറിച്ച് വായിക്കുമ്പോൾ ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് ആരാണ് സംസാരിക്കുന്നത് ഒന്നൊന്ന് വായിക്കാമോ? 3-ാം അധ്യായം. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ഒരു മിനിറ്റ്. ഹലോ പണ്ട് ആനിന്റെ കീഴെ ഇരിക്കുന്നത് പറഞ്ഞു പോകല്ല, പേപ്പറല്ല. ഓക്കെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അപ്പോൾ ദൂത് പറയുന്ന വ്യക്തിയെ കുറിച്ച് വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും. 3 പ്രത്യേകത അവിടെ കാണുന്നു. ഒന്ന്, ദൈവം വിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും മശിഹാത്വവും വ്യക്തമാക്കും. നിങ്ങൾ അത് നോട്ട് ചെയ്യുക. ഈ 3-ാം അധ്യായത്തിലെ ഫിലദൽഫിയ സഭയുടെ ദൂതിനെ പറയുമ്പോൾ 7-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം, അതുപോലെ മശിഹാത്വവും വ്യക്തമാക്കുന്ന ഭാഗമാണ്. ഡിവിനിറ്റി ഓഫ് ജീസസ് ആൻഡ് ദ മെസ്സിയാനിക് ഇമ്പോർട്ടൻസ്. യേശുവിന്റെ ദൈവത്വം അതുപോലെ മശിഹാത്വം, ഇത് രണ്ടും ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു. അപ്പൊ യേശുവിന്റെ ദൈവത്വത്തിന്റെ പ്രത്യേകത, അവൻ വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാകുന്നത് പോലെ തന്നെ അടുത്തത് സത്യവാനുമാണ്. അത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നോക്കാം. ദൈവം വിശുദ്ധനാണ്, ദൈവം സത്യവാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ പറയുന്ന വാക്യങ്ങൾ എഴുതിയിട്ട് ഓരോന്നോരോന്നായിട്ട് വായിക്കാമേ. യെശയ്യാവ് 6:3, 40:25, യോഹന്നാൻ 3:33, യോഹന്നാൻ 7:28, യോഹന്നാൻ 14:16, വെളിപ്പാട് പുസ്തകം 4:8, 6:10, വെളിപ്പാട് പുസ്തകം 15:3-4.
ഇത് ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവം സത്യവാനുമാണെന്നുള്ളത് തെളിയിക്കുന്ന വേദഭാഗങ്ങളാണ്. ദൈവം വിശുദ്ധനാണെന്ന് നമുക്കറിയാം. എവിടെയാണ് ദൈവം വിശുദ്ധനാകുന്നു എന്ന് വ്യക്തമാക്കുന്നത്? പഴയ നിയമത്തിൽ ആദ്യം പറയാമോ? ലേവ്യ പുസ്തകം 19-ാം അധ്യായം 1-2 വാക്യം. അതുകൂടെ ഒന്ന് എഴുതിക്കോ. ലേവ്യ 19:1-2. എന്നിട്ട് നമുക്കൊന്ന് വായിക്കാതെ. ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ, ബി ഹോളി ബിക്കോസ് ഐ ആം യുവർ ഗോഡ് ഈസ് ഹോളി. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. വായിച്ചോട്ടെ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് യെശയ്യാവ് 6-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരാം. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. സർവശക്തനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഗോഡ് ഈസ് ഹോളി ഹോളി ഹോളി. സ്വർഗത്തിൽ ആർത്തുച്ചസ്വരത്തിൽ പറയുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവത്തിന്റെ വിശേഷതയാണ് ദൈവം വിശുദ്ധനാകുന്നു, ദൈവം പരിശുദ്ധനാകുന്നു. അതുകൊണ്ടാണ് ഈ നാമധേയ പള്ളികളിലൊക്കെ അവരുടെ പരസ്യോക്രമങ്ങളിലൊക്കെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. തൊണ്ടയൊന്നും വയ്യ, പണ്ട് കുറെ ചൊല്ലിയതാണ്. ബലവാനേ നീ, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാ. ബാക്കി നമ്മളിപ്പോ പറയുന്നില്ല. ഇതൊക്കെ കുഞ്ഞു പ്രായം മുതൽ നമ്മൾ ചൊല്ലിപ്പിച്ചോ ഒക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്ന. ഇതൊക്കെ സത്യത്തിൽ ഒരർത്ഥത്തില് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എഴുതി വെച്ചെന്നേ ഉള്ളൂ. അത് അങ്ങനെ നമ്മൾ തെറ്റാന്ന് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ദൈവിക സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ദൈവം വിശുദ്ധനാകും. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കളായ നമ്മളാണെന്നുള്ള പ്രത്യേകത. മറ്റേതങ്ങ് ചൊല്ലി വിടുകയാണ്. അനുഭവിച്ചറിയുന്ന ദൈവമക്കളായ നമ്മളും ദൈവം വിശുദ്ധനാണ്. അപ്പൊ 6-3 40-25 വായിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. ദൈവം ആർക്കും തുല്യനല്ല, തുല്യം വെക്കാൻ പറ്റത്തില്ല. ഞാനാകുന്നു മോശയ്ക്ക് വെളിപ്പെടുത്തിയതിന്റെ ഒരു വിശേഷത, ഒരു വർണ്ണനയാണ് നമ്മൾ ഇവിടെ കേട്ടത്. ഇനി നമുക്ക് യോഹന്നാൻ പുതിയ നിയമത്തിലേക്ക് വരാം. യോഹന്നാൻ 3:33. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവ സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. മതി. അപ്പൊ ഇനി അടുത്തത് സത്യവാൻ, വിശുദ്ധനും സത്യവാൻ. നമ്മൾ വെളിപ്പാട് പുസ്തകം 3:7 നമ്മൾ മുന്നോട്ട് വരികയാണ്. ദൈവം വിശുദ്ധനാകുന്നത് പോലെ ദൈവം സത്യവാനാകുന്നു. 7:28 യോഹന്നാൻ 7:28. ആകയാൽ യേശു ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അറിയുന്നു, ഞാൻ എവിടെ നിന്നെന്നും അറിയുന്നു. ഞാൻ സ്വയമായിട്ട് വന്നവനല്ല, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനെ നിങ്ങൾ അറിയുന്നില്ല. എന്നെ അയച്ചവനും സത്യവാനാകും. അയച്ചവനും അയക്കപ്പെട്ടവനും സത്യവാനാകുന്നു, രണ്ടുപേരും ഒന്നാണ്. യോഹന്നാൻ 14:6 ഐ ആം സേയിങ്ങില് ഞാൻ ആരാകുന്നുള്ളതിൽ കർത്താവ് ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. യോഹന്നാൻ 14:6 ഐ ആം ദ വേ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. മതി. കർത്താവ് ഉറപ്പിച്ചു പറയുന്നുണ്ട്, ആർക്കും കണ്ണിക്കാൻ പറ്റാത്ത വിധത്തിൽ സത്യവാനായത് ഐ ആം ദ വേ. ലോകത്തിൽ ഒത്തിരി വഴികളുണ്ടെന്നൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷെ സ്വർഗത്തിലെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശു എന്ന വഴി. ഐ ആം ദ വേ. അപ്പൊ ആ വഴി, അടുത്തത് സത്യം. യേശുവാണ് ട്രൂത്ത്, സത്യം. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 4:8. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം
പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പരിശുദ്ധൻ എന്നുള്ളതിന്റെ പ്രത്യേകതയാണ് ആ വാക്കിൽ കാണുന്നത്. 6-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. മതി. ഇവിടെ 2 കാര്യവും പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധനും സത്യവാനും. 3:7 പറയുന്നത് അത് തന്നെ. ഈ രണ്ട് പദപ്രയോഗവും വിശേഷണവും ചേർത്താണ് പറയുന്നത്, വിശുദ്ധനും സത്യവാനും. ഇനി 15:3-4. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. മതി. നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളത്. അപ്പം ഈ 2 പദപ്രയോഗങ്ങൾ, ദൈവം വിശുദ്ധനാണ്, ദൈവം സത്യവാനാണ്. അതാണ് വെളിപ്പാട് പുസ്തകം 3:7 നമ്മളിപ്പോൾ കേട്ടത്. ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ വിശുദ്ധനും സത്യവാനും. ഇനി 3-ാമത്തത്, ദാവീദിന്റെ താക്കോലുള്ളവൻ. അതാണ് ദൈവത്തിന്റെ മശിഹാത്വം തെളിയിക്കുന്നത്. ഇതുവരെ ദൈവത്തിന്റെ ഡിവിനിറ്റിയെ തെളിയിക്കുന്നതായിരുന്നു. ദൈവത്തിന്റെ മശിഹാത്വം തെളിയിക്കുന്നത് അവൻ മശിഹയാണെന്ന് വർണ്ണിക്കുകയാണ്. ദാവീദിന്റെ താക്കോലുള്ളവൻ. ഒരു വാക്യം വായിക്കാം. യെശയ്യാവ് 22:22. ചിന്തിക്കാൻ എളുപ്പമാണ്. 22:22. 22:22. ആമേൻ. യെശയ്യാവ് 22:22. മറക്കല്ലേ വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കയില്ല, അവൻ അടച്ചാൽ ആരും അടയ്ക്കുകയില്ല. ഇതാണ് വെളിപ്പാട് പുസ്തകം 3:7 പറയുന്നത്. പഴയ നിയമത്തിന്റെ വ്യക്തമായി സ്പഷ്ടമായി അത് തെളിയിച്ച് കർത്താവിന്റെ ആത്മാവ് അഥവാ കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുന്നു, ദാവീദിന്റെ താക്കോലുള്ളവൻ. ആമേൻ. അതിന്റെ പ്രത്യേകത, ദാവീദിന്റെ താക്കോൽ എന്ന് പറയുവാൻ ദാവീദിന്റെ കർത്താവ് എന്നാണ് യേശുവിനെ വിശേഷിപ്പിക്കുന്നത്. ദാവീദുമായിട്ട് എന്തുകൊണ്ടാണ് ദാവീദിന്റെ താക്കോൽ എന്ന് പറയുന്നത്? വേറെ ആരുടെയെങ്കിലും ഒക്കെ താക്കോൽ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു പഴയ നിയമത്തിലെ. എന്താ ദാവീദിന്റെ താക്കോല്? അത് ഞാൻ 3-4 വിശദീകരണങ്ങൾ പറയാം. ഒന്ന്, ദാവീദിന്റെ കർത്താവ് എന്ന സങ്കീർത്തനങ്ങളിൽ കർത്താവിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. 110-ാം സങ്കീർത്തനമൊക്കെ വായിച്ചാൽ മതി, അത് എടുക്കണ്ട, അവിടെ ഉണ്ട്. രണ്ടാമത്, ദാവീദിന്റെ സന്തതി. ദാവീദിന്റെ സന്തതി. മൂന്നാമത്, ദാവീദിന്റെ വേരായവൻ. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിക്കോണം, ദാവീദിന്റെ വേര്. നാലാമത്, ദാവീദിന്റെ വംശവും ഉദയ നക്ഷത്രവുമാണ് നമ്മുടെ കർത്താവെന്നും ചിന്തിക്കുന്നു. ചില വാക്യങ്ങൾ നമുക്ക് എഴുതിയിട്ട് വായിക്കാം. ഒന്നുകൂടെ പറയാം. ദാവീദിന്റെ കർത്താവ്. ദാവീദ് കർത്താവിനെ യേശുവിന്റെ ജനനത്തിന് 1000 വർഷം മുമ്പ് യേശുവിനെ കർത്താവ് എന്ന ആത്മാവിൽ പറഞ്ഞു. ദാവീദിന്റെ കർത്താവ്, ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ വേര്, ദാവീദിന്റെ വംശവും ഉദയ നക്ഷത്രവുമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ നമുക്ക് ദാവീദിന്റെ താക്കോൽ ഉണ്ടെന്ന് പറയാൻ കാര്യം ഈ വിശേഷണങ്ങൾ കൊണ്ട് തന്നെ. ദാവീദിന്റെ കുലത്തിൽ, ദാവീദിന്റെ വംശത്തിലാണല്ലോ കർത്താവ് ജനിച്ചത്. അപ്പൊ ദാവീദിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവീക അധികാരം. നോട്ട് ചെയ്തോണം. മെഷിഹായുടെ അതോറിറ്റിയാണ്. സോവർണിറ്റി ആൻഡ് അതോറിറ്റി, സർവാധികാരം. എല്ലാ അർത്ഥത്തിലും സർവത്തിനും കർത്താവ് അധികാരം പ്രാപിച്ചവനാണെന്നുള്ളതിന്റെ തെളിവാണിത്. ചില വാക്യങ്ങൾ ഇനി നമ്മൾ എഴുതിയിട്ട് വായിക്കും. മത്തായി 1:1, റോമാലേഖനം 1:5, വെളിപ്പാട് 5:5, വെളിപ്പാട് 22:16. ദാവീദിന്റെ താക്കോലിന്, ദാവീദിന്റെ അധികാരത്തിന് കർത്താവ് എല്ലാം കൊണ്ടും അർഹനാണെന്നുള്ളതിന്റെ ചില കാര്യങ്ങൾ. ഓക്കെ, വായിച്ചാട്ടെ.
ലൂക്കോസ് 20:44 സോറി. ഇരുപതിന്റെ 44 പാസ്റ്ററെ? അതാണ് 20:44. ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു, പിന്നെ ദാവീദ് അവനെ മതി ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു. വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്യം ശ്രദ്ധിക്കണം. ദാവീദ് യേശുവിനെ കർത്താവ് എന്ന് വിളിക്കും. അടുത്തത് മത്തായി 1:1. നമുക്കറിയാവുന്ന കാര്യമാണ്. ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. യേശുക്രിസ്തുവിന്റെ ജീനോളജി, യേശുക്രിസ്തുവിന്റെ വംശാവലി തെളിയിക്കാൻ പഴയ നിയമത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മത്തായി എന്ന ഗോസ്പൽ സുവിശേഷം എഴുതിയ ആ അഭിഷക്തനെ അഭിഷേകം ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് 2 പേരെടുത്താണ് യേശുവിന്റെ വംശാവലി പറഞ്ഞത്. ഒന്ന് അബ്രഹാമിന്റെ സന്തതി. എന്തുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി എന്ന് പറഞ്ഞ വിശ്വാസികളുടെ പിതാവ്, ദൈവത്തിന്റെ സ്നേഹിതൻ, ഒത്തിരി ബഹുജാതികളുടെ പിതാവ്, അബ്രഹാമിന്റെ വംശം. ആമേൻ. രണ്ടാമത് ദാവീദിന്റെ വംശം. ബേത്ലഹേമിൽ, ദാവീദിന്റെ പട്ടണത്തിൽ, ദാവീദിന്റെ കുലത്തിൽ മശിഹ ജനിച്ചു. അതുകൊണ്ടാണ് കണ്ണ് കാണാത്ത അന്ധന്മാര് പോലും ആത്മാവിൽ വിളിച്ചു പറഞ്ഞത്, യേശുവേ ദാവീദ് പുത്ര. യേശുവേ യോസഫിന്റെ പുത്ര എന്നൊന്നും അല്ല വിളിച്ചത്. യേശുവേ ഏലിയാവിന്റെ പുത്ര എന്നോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും രമ്യാവിന്റെയോ യശയാവിന്റെ പുത്രൻ എന്നല്ല വിളിച്ചത്. ദാവീദിന്റെ പുത്രൻ, ദാവീദിന്റെ കുലത്തിൽ യഹൂദാ ഗോത്രത്തിൽ ജനിച്ച യേശു. അത് അന്ധന്മാർക്ക് പോലും വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ദൈവജ്ഞാനത്തിലാണ് അത് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശു ദാവീദിന്റെ വംശത്തിൽ നിന്ന് ജനിച്ചവനാണ്. ആ ഒറ്റ വാക്യത്തിൽ ഒരു വലിയ മെസ്സേജ് ഉണ്ട്. നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടിയാൽ മത്തായി 1:1 തന്നെ ഉണ്ട് യേശുവിനെ ഒന്ന് തെളിയിക്കാൻ. അബ്രഹാമിന്റെ സന്തതി. എന്തുകൊണ്ട് അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നു? എന്തുകൊണ്ട് ദാവീദിന്റെ സന്തതി എന്ന് പറയുന്നു? ആമേൻ. നമ്മുടെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. റോമർ 1:5 പൗലോസിന് കിട്ടിയ വെളിപ്പാട് റോമാസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വായിച്ചാട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനല്ലോ. അപ്പൊ ആദ്യം വായിച്ച ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി. ദാവീദിന്റെ സന്തതി. ഇനി അധികം തെളിവിന്റെ ആവശ്യമില്ലല്ലോ. ശാരീരികമായിട്ട് മനുഷ്യപുത്രനായി ദൈവം അവതരിച്ചപ്പോൾ ആരുടെ വംശത്തിലാണ് വന്നത്? ദാവീദിന്റെ വംശത്തിൽ, ദാവീദിന്റെ സന്തതി. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി, ആത്മാവിനെ സംബന്ധിച്ച് ദൈവപുത്രൻ. അവിടെയും കർത്താവിന്റെ മശിഹാത്വവും കർത്താവിന്റെ ഡിവിനിറ്റിയും ദിവ്യത്വവും തെളിയിക്കുകയാണ്. ഓരോ വിശുദ്ധന്മാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ദാവീദിന്റെ സന്തതി. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. 5:5, 22:16. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണ് ജയം പ്രാപിച്ചിരിക്കുന്നത്? ആ വിശേഷണങ്ങളിൽ ഒന്ന് ദാവീദിന്റെ വേരുമായവൻ. യഹൂദയിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാൻ ജയം പ്രാപിച്ചിരിക്കും. പുസ്തകം തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചു. 22:16. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷീകരിക്കുവാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ഒന്നുകൂടെ വ്യക്തമാക്കുന്നു, ആരാണ് ഇത് സാക്ഷീകരിക്കുന്നവൻ? ആമേൻ. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. വളരെ വ്യക്തമാണ് വെളിപ്പാട് 3:7 പറയുന്ന വിശേഷത. ഇനി വെളിപ്പാട് 3:7 വരാം. ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനാണ്, സത്യവാനാണ്,
ദാവീദിന്റെ താക്കോലുള്ളവനാണ് കർത്താവ്. നമ്മളെ ഈ വചന പഠനത്തിലൂടെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ദാവീദിന്റെ താക്കോൽ, ഇത്രയും വിശേഷതയുള്ള ദാവീദിന്റെ താക്കോലുള്ളവന്റെ പ്രത്യേകത, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ. എത്ര ആഭിചാരം കെട്ടിപ്പൊക്കിയാലും, എത്ര രാത്രികളിൽ ശുദ്രം ചെയ്താലും, എത്ര പേര് വിപരീതമായിട്ട് എന്തെല്ലാം ചൊല്ലിയാലും, എന്തെല്ലാം വിപരീത പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ, ഇപ്പൊ ആത്മീയ ലോകത്ത് അങ്ങനെ ഉണ്ടല്ലോ, അതുകൊണ്ടത് പറയാൻ, എത്ര പേരിനി പ്രതികൂലമായിട്ട് നിന്നാലും, ആമേ, ദൈവം തുറന്നാൽ നിന്റെ വഴി അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റുന്നില്ല. തുറക്കുന്നത് ദൈവമാണെങ്കിൽ, ദൈവത്താലാണ് തുറക്കപ്പെടുന്നതെങ്കിൽ, അത് ദാവീദിന്റെ താക്കോലുള്ളവനാണ് ഒരു നന്മ നിനക്ക് വേണ്ടി തുറക്കുന്നതെങ്കിൽ, അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന്. അവൻ അടച്ചാൽ ആർക്കും തുറക്കാനും പറ്റത്തില്ല. ഇപ്രകാരമുള്ള ദൈവമാണ് ഫിലദൽഫിയ കലീസയോട്, ചർച്ചിനോട് ദൂത് പറയുന്നത്. എന്താണ് സഹോദര സ്നേഹം എന്ന അർത്ഥമുള്ള സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു. എന്താണ്? ഫെയ്ത്ത്ഫുൾ ചർച്ച്. ഞങ്ങളുടെ ഹിന്ദി പറഞ്ഞ ഈമാൻദാരി, ആമേ, വിശ്വാസ യോഗ്യതയുള്ള ചർച്ച്. പ്രിയമുള്ളവരെ, ഫിലദൽഫിയ സഭയുടെ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിന്റെ വിശേഷതകളും പ്രശംസകളും ഒക്കെ നമുക്കിപ്പോ നോക്കാം. അപ്പൊ അവിടെ പറയുന്നത് വിശ്വസ്തരായിരിക്കണം, ദൈവം മുമ്പാകെ വിശ്വസ്തരായിരിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഫിലദൽഫിയ സഭയുടെ ദൂതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്നത്. ആമേൻ. ഇനി നമുക്ക് ആ സഭയുടെ വിശേഷമൊക്കെ പഠിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. മതി. ഇതാണ് ഫിലദൽഫിയ സഭയെ കുറിച്ചുള്ള പ്രശംസ. എന്താണെന്നറിയാമോ? അല്പമേ ശക്തിയുള്ളവരുടെ കുറവാണ്, ഒരു കുറ്റമല്ല, അവരുടെ ഒരു ബലഹീനത, ശക്തി കുറവാണ്. പക്ഷേ അവരെ കുറിച്ചുള്ള പ്രശംസ, നീ എന്റെ വചനം കാത്തു. വചനം കാക്കുന്ന സഭയായിരുന്നു. വചനത്തോട് ഒരു കോംപ്രമൈസും ഇല്ല, ഒരു മാൽ പ്രാക്ടീസും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. വചനമായി കാക്കുക. ദൈവം തുറക്കെന്ന് പറഞ്ഞാൽ തുറക്കും, അത്രയും വിശ്വസിക്കുന്നു. ഇതിനകത്ത് വളഞ്ഞു ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവം പറയാം, ഞാൻ വഴിയാണെന്ന് പറഞ്ഞാൽ വഴിയാണ്. ഞാൻ തലമുറയ്ക്കായി ഒരുക്കും. ദൈവം പറയുന്നത് ആ വചനത്തിലൂടാണ്. ഇപ്പം ഇന്ന് ഒത്തിരി ദൂതങ്ങ് പറയുന്ന ആൾക്കാർ ഇങ്ങനെ അങ്ങ് പൊട്ടിമുളച്ച് ഇങ്ങനെ ഒരു വലിയ ബിസിനസ് വ്യാപാരമായി നടക്കുന്ന ഒരു കാലമാണല്ലോ. അങ്ങനെയുള്ളവർക്കാണല്ലോ ഡിമാൻഡ് കൂടുതൽ. എന്തെങ്കിലുമൊക്കെ വൈത്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ അതങ്ങ് ആൾക്കാർക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടം. കർണരസമാകുന്നതും താൽക്കാലിക സുഖങ്ങൾക്കും കേൾക്കുമ്പോ ഇമ്പമാകുന്നതുമായ ദൂതുകൾ. ദൂതല്ലത്, ദൂതുവിനെ പോലെ അങ്ങ് പറഞ്ഞ് ഒപ്പിക്കുക. പക്ഷേ ഏറ്റവും വലിയ ദൂത് വചനത്തിലൂടെയുള്ള ദൂത്. വചനമെടുത്ത് ഒരു ദൂത് ഒരാൾ പറയുമ്പോൾ അത് അക്യുറേറ്റ് ആണെന്നുള്ളതിന്റെ, അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്നുള്ളതിന്റെ തെളിവ് വചനത്തിലൂടെ ആയിരിക്കും ദൂത് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. വചനത്തിലൂടെ ഏത് ദൈവദാസനോ ദൈവദാസിയോ ഒരു ദൂത് തെളിയിച്ചാൽ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ദൂത്. കാരണം വചനത്തിന് മാറ്റാൻ പറ്റത്തില്ല. ആകാശം ഭൂമി മാറിയാലും വചനത്തിന് മാറ്റം വരത്തില്ല. അപ്പം വചനത്താൽ അല്ലാതെ അത് കാണുന്നു ഇത് കാണുന്നു, അതുകൊണ്ട് അതിലേ കൂടെ പോയി ഇതിലേ കൂടെ പോയി, ആ വഴി കാണുന്നു ഈ വഴി കാണുന്നു, ഇതിലേ കൂടെ ചിലരുടെയൊക്കെ ഇപ്പോഴത്തെ ദൂതുകളൊക്കെ എങ്ങനെയാ, ആ വീടിന്റെ മൂലയ്ക്ക് നേരത്തെ ചോദിച്ചു പറഞ്ഞങ്ങ് വെക്കും. നേരത്തെ അറിയും. ഭയങ്കര തന്ത്രങ്ങളല്ലേ ഇന്ന് ആത്മീയ ലോകത്തല്ലേ എല്ലാം നടക്കുന്നേ. അപ്പൊ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അതിന് ആൾക്കാരെ നിർത്തുക, അതിനൊക്കെ ശമ്പളവും കൊടുത്ത് നിർത്തണം. അത് പോട്ടെ, ഞാനതൊന്നും പറയുന്നില്ല. അപ്പൊ വചനത്തിലൂടെയുള്ള വെളിപ്പാട്, വചനത്തിലൂടെ ഒരു വചനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആദ്യം ആ ദൈവപുരുഷനോ ദൈവദാസിക്കോ ദൈവാത്മാവിലുള്ളതാണെങ്കിൽ ആദ്യം ഒരു വചനം കൊടുക്കും. ദർശനത്തോടൊപ്പം വചനം കൊടുക്കും. ആ വചനം തെളിയിച്ച് വരുമ്പോൾ ദൂത് ഇങ്ങനെ അണ പൊട്ടി ഒഴുകുന്നത് പോലെ ദൂത് വരും. ആ വരുന്ന ദൂതിനകത്ത് മൊത്തം വചനത്തിന്റെ
വ്യാഖ്യാനത്തിലായിരിക്കും. വചനത്തോട് കൂടെ ആയിരിക്കും ആ ദൂത് വരുന്നത്. അപ്പൊ വചനം കാക്കുന്നവരെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ല ദൈവമക്കളെ. അതൊരു തെളിവായിട്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്ന്, ഫിലദൽഫിയ സഭയുടെ വിശേഷത, എന്റെ നാമം നിഷേധിച്ചിട്ടുമില്ല. ദൈവനാമം തള്ളിപ്പറയാൻ ഒത്തിരി അവസരങ്ങൾ വരും. ദൈവത്തെ തള്ളിക്കളയുവാൻ ദൈവത്തിന്റെ നാമം നിഷേധിക്കാത്ത ഒരു സമൂഹമായിരുന്നു ഫിലദൽഫിയ സഭ. ആമേൻ. എന്തു വന്നാലും, എന്ത് കഷ്ടത വന്നാലും ദൈവനാമം അവർ നിഷേധിച്ചിട്ടില്ല. അതാണ് ഫിലദൽഫിയ സഭയുടെ പ്രശംസ എന്ന് പറയുന്നത്. ഇനി നമുക്കൊന്ന് നോക്കാം, അവരെ കുറിച്ച് വല്ല വിമർശനം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഫിലദൽഫിയ സഭയെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്ത് ദൈവാത്മാവ് എന്തെങ്കിലും അവരെ വിമർശിച്ച് കുറ്റമായിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നോക്കണേ. നോക്കിയാലൊന്നും കാണത്തില്ല. എന്റെ അർത്ഥം ഇല്ല. സ്മുർന്നയിലെ സഭയിലെ പോലെ ഇവിടെയും കുറ്റം പറയാൻ ഇല്ല. കാരണം അവർ വചനം കാക്കുന്നവരാ, ദൈവനാമം നിഷേധിക്കുന്നവരല്ല, ദൈവനാമം കാത്തു സൂക്ഷിക്കുന്നവരാ. അതുകൊണ്ട് ഫിലദൽഫിയ ചർച്ചിനെ കുറിച്ച് വിമർശനമായിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. പ്രബോധനം, അവരെ കുറിച്ച് പ്രബോധിപ്പിക്കുന്ന കാര്യം ഒന്ന് വായിച്ചാട്ടെ, 9-ാമത്തെ വാക്യം മുതൽ. യഹൂദരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്നും വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുവാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. വായിച്ചാട്ടെ. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അടുത്തത്, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. മതി. 11-ാം വാക്യത്തിലാണ് അവരെ കുറിച്ചുള്ള പ്രബോധനം. അതിന് മുമ്പ് അവരുടെ വിശേഷതകളൊക്കെ പറയുന്നു. അവരെങ്ങനെ ദൈവനാമം കാത്തു, ദൈവവചനം കാത്തു, ദൈവനാമം നിഷേധിക്കാതിരുന്നു എന്നുള്ളതിന്റെ കാര്യമാണ് നമ്മൾ 9 തൊട്ട് 10 വാക്യങ്ങളിൽ കാണുന്നത്. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രബോധനമാണ്. എന്താണ്? നിന്റെ കിരീടം. എന്നോട് വായിക്കാം. നിന്റെ കിരീടം, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ. അതിന്റെ അർത്ഥം ഫിലദൽഫിയ കലീസഭയിലുള്ള വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക്, ഫിലദൽഫിയ കലീസയ്ക്ക് എന്തുണ്ട്? കിരീടമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കിരീടം. അവർ ജയിക്കുന്നവരാണ്, ജയിച്ചവരാണ്. ജയിച്ചവർക്കാണല്ലോ കിരീടം കൊടുക്കുന്നത്. അപ്പോൾ പറയുകയാണ്, നിന്റെ കിരീടം ആരും അതാണ് പ്രബോധനം. നിനക്കൊരു കിരീടമുണ്ട്, പക്ഷേ അത് ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. പ്രബോധനമാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി നിന്നത് നിമിത്തം ദൈവജനത്തിനുള്ള കിരീടം ആരും എടുക്കാതിരിപ്പാൻ നമ്മൾ അല്പം ശ്രദ്ധാലുവായിരിക്കണം. അതാണ് പ്രബോധനം. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. മറ്റൊരാളുടെ കിരീടമൊന്നും പിടിക്കാൻ പോകണ്ട, നമുക്കുള്ള കിരീടം. നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ ചില വിശുദ്ധന്മാരുടെ മേൽ ദൈവം വെക്കുന്ന കിരീടത്തിന്റെ വെളിപ്പാടുകൾ, ദർശനത്തിലൂടെ വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകി തരും. ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളുടെ മുമ്പ് ദൈവം അവരുടെ മേൽ വെച്ചിരിക്കുന്ന, അവരുടെ മേൽ ഇറങ്ങി വരുന്ന കിരീടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പാട്. അത് കാണുന്ന എല്ലാവർക്കും ഒന്നും അല്ല. ജീവിത വിശുദ്ധി കാത്ത, കർത്താവിന്റെ നാമം നിമിത്തം, സഹിഷ്ണുത നിമിത്തം ദൈവത്തിനു വേണ്ടി നിന്നവർക്ക് കിരീടം ദൈവം വെച്ചിട്ടുണ്ട്. അത് നാം പ്രാർത്ഥിച്ചാൽ നമുക്കത് ദൈവം വെളിപ്പെടുത്തി തരും. നമ്മുടെ മാത്രമല്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ നല്ല ഓട്ടം ഓടി, വിശ്വാസം. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് എന്താ പറയുന്നത്? ഇനി നീതിയുള്ള കിരീടം എനിക്കായി വെച്ചിരിക്കുന്നത്. അത് എനിക്ക് മാത്രമല്ല, പൗലോസിന് എത്ര ഷുവർട്ടി ഉണ്ടായിരുന്നു, എത്ര ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് കിരീടം ഉണ്ട്. ഈ ഭൂമിയിലെ വലിയ ബംഗ്ലാവ് ഇല്ലെങ്കിലും, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഇല്ലെങ്കിലും, ഇവിടെ വലിയ നന്മയും പേരും പത്രാസും ഇല്ലെങ്കിലും, നിനക്ക് സ്വർഗത്തിലുള്ള ആ നിക്ഷേപം, സ്വർഗത്തിലുള്ള സമ്പത്തിനെ കുറിച്ച് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവമക്കളെ. പൗലോസിന് ആ ഉറപ്പുണ്ടായിരുന്നു, തനിക്ക് കിരീടം ലഭിക്കുമെന്നുള്ളത്. എത്ര പേർക്കറിയാം? എത്ര പേർക്ക് ഉറപ്പുണ്ട്?
ഈ നാളുകളിൽ ഈ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ആ ഉറപ്പ് നമുക്കുണ്ടായിരിക്കട്ടെ. ഇവിടെ ഒന്നും പ്രശംസ കിട്ടിയില്ലെങ്കിലും, ആരും നിനക്ക് കൈത്താങ്ങൽ തന്നില്ലെങ്കിലും, ആരും നിന്നെ ഒരു കൈ പിടിച്ച് ഉയർത്തിയില്ലെങ്കിലും, ഒരു പ്ലാറ്റ്ഫോം നിനക്ക് തന്നില്ലെങ്കിലും, ഒരു വേദി ഒരുക്കിയില്ലെങ്കിലും, ഒരാൾ പോലും നിന്നെ സഹായിച്ചില്ലെങ്കിലും, ഡോണ്ട് വറി. ആമേൻ. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചാൽ, നീ വിശ്വസ്തയോടെ ഓരോ ശുശ്രൂഷയും വിശ്വസ്തയോടെ ചെയ്താൽ, അതൊരു പാട്ടാകട്ടെ, ആമേൻ, അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാകട്ടെ, അതൊരു പ്രസംഗ ശുശ്രൂഷയാകട്ടെ, വചനധ്യാനമാകട്ടെ, ഒരു ലീഡിങ് ശുശ്രൂഷയാകട്ടെ, അത് വിശ്വസ്തയോടെ ചെയ്താൽ, ആമേൻ. നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ദൈവദാസിമാരുണ്ട്. ഇന്ന് കൈലാസത്താണല്ലോ വർഷിപ്പ് ലീഡ് ചെയ്തല്ലേ, നല്ല ആത്മാർത്ഥമായി ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിൽ കൈത്താങ്ങ് നൽകുന്ന ചില നല്ല സഹോദരി സഹോദരങ്ങൾ, ദൈവദാസന്മാരുണ്ട്. നിങ്ങളെയൊക്കെ പ്രതിഫലം നൽകുന്നത് ഞങ്ങൾ ആരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. ഇവിടെ നമുക്ക് വാക്യം വരെ നിന്നു. അവരെ കുറിച്ച് ഇനി മുന്നറിയിപ്പ് വല്ല വാർണിംഗ് വല്ലതും കൊടുത്തിട്ടുണ്ടോ? നോക്കിയതൊന്നും കാണുന്നില്ല. അത് കഴിഞ്ഞ് അവരെ കുറിച്ച് പറയുന്നത് വാഗ്ദത്തമാണ്. നമുക്കത് നോക്കാം. 6-ാമത്തെ കാര്യമായ വാഗ്ദത്തം 12-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഓക്കെ, നമുക്ക് ജയിക്കുന്നവന്, ഫിലദൽഫിയ സഭയിലെ ജയിക്കുന്നവന് കൊടുത്ത വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ 1-ാമത്തെ വാഗ്ദാനം അല്ലെങ്കിൽ പ്രതിഫലം, ഫിലദൽഫിയ സഭയോടുള്ള ദൂതിൽ ജയിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന 2 വാഗ്ദാനങ്ങളുണ്ട്. ആ 2 വാഗ്ദാനങ്ങളെ നമുക്ക് നോക്കാം. ഒന്ന്, ദൈവത്തിന്റെ ആലയത്തിന്റെ തൂണാക്കും. 2, ദൈവത്തിന്റെ നാമവും പുതിയ യെരൂശലേമിന്റെ നാമവും കർത്താവിന്റെ പുതിയ നാമവും അതിന്റെ മേൽ വെക്കും. ഈ 2 കാര്യങ്ങളാണ്. ഈ 2 നിങ്ങൾ നോട്ട് ചെയ്യണേ. ഒന്ന്, ജയിക്കുന്നവനെ ആരാക്കും? ദൈവത്തിന്റെ ആലയത്തിന്റെ തൂണാക്കും. 2, ജയിക്കുന്നവർക്ക് ദൈവത്തിന്റെ നാമം, പുതിയ യെരൂശലേമിന്റെ നാമം, കർത്താവിന്റെ പുതിയ നാമവും അതിന്റെ മേൽ വെക്കും, അല്ലെങ്കിൽ അവരുടെ മേൽ എഴുതും. നമുക്ക് ആദ്യത്തെ നോക്കാം, അല്പമായിട്ട് നോക്കാം. തൂണുകൾ എന്നതുകൊണ്ട് ജയിക്കുന്നവനെ ആലയത്തിന്റെ തൂണാക്കുന്നല്ലേ പറഞ്ഞു. ആലയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പറയുന്നത് തൂൺ എന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. ആദിമസഭയിൽ യാക്കോബും കേഫാവും തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച്, ഫസ്റ്റ് സെഞ്ചുറി സഭയെക്കുറിച്ച് പറയുന്നത് ആരൊക്കെയാ? യാക്കോബും കേഫാവും തൂണുകളായി എണ്ണപ്പെട്ടിരുന്നു. വായിക്കാം. ഗലാത്യ ലേഖനം 2:9. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 2 verse 9. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. മതി. ഇവിടെ പല വിശുദ്ധന്മാരെ കുറിച്ച് പൗലോസ് എഴുതിയിരിക്കുകയാണ്. അതിലെടുത്തു പറയുന്ന ഒരാളാണ് യാക്കോബ്. പുതിയ നിയമത്തിലെ യേശുവിന്റെ ഹാഫ് ബ്രദറായ യാക്കോബ്, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന യാക്കോബ്. പിന്നെ കേഫാവ്. കേഫാവ് ആരാണ്? പത്രോസ്. ദൈവകൃപയിൽ സീനിയർ പാസ്റ്റർ ആയിരുന്ന, ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന പത്രോസ്. പിന്നെ ആരാ? യോഹന്നാൻ അല്ലേ? ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ വായിക്ക്. 2:9 നിർത്തി ഒന്ന് വായിച്ചാട്ടെ. എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട്. എനിക്കെന്ന് പറഞ്ഞ ആരാ? പൗലോസ്. അപ്പം അതിലൊരാളാണ് പൗലോസ്.
എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് വായിച്ചാട്ടെ. തൂണുകളായി ആ എണ്ണപ്പെട്ടിരുന്ന യാക്കോബും ആ കേഫാവും യോഹന്നാനും നാലാമത്തെ ആള് യോഹന്നാൻ. ഞങ്ങൾ ജാതികളുടെ ഇടയിലും ആ അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. അപ്പൊ ജാതികളുടെ ഇടയിൽ അപ്പോസ്തലന്മാരായി അധികമായി ശോഭിച്ചിരുന്നവരാണ്. ൂതന്മാരുടെ ഇടയിൽ ശക്തമായി ദൈവവേല ചെയ്ത ആൾക്കാരാണ് യാക്കോബും പത്രോസും യോഹന്നാൻ. അപ്പൊ അത് കാറ്റഗറൈസ് ചെയ്താണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയുടെ അടിസ്ഥാന തൂണുകളായിരുന്നു. അല്ലാതെ 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുത്ത് ആ ഓഫീസിന്റെ അവിടെ കൊണ്ടു കൊടുക്കുമ്പം ഒരു മുറി ഉണ്ടാക്കിയിട്ട് സോയാൻസോ പേരെഴുതി വെച്ച് അങ്ങനെ തൂണുണ്ടാക്കുന്നതല്ലെന്നേ. അമേരിക്കയിൽ നിന്ന് ഉച്ച പൈസയും കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുവൈറ്റിൽ നിന്നോ ഷാർജയിൽ നിന്നോ കുറച്ച് പൈസ കൊണ്ട് കൊടുത്താൽ അവരെ ആലയത്തിന്റെ അവരാണ് അവിടെ തൂണൊന്നും അല്ല, എഴുതി വെക്കും ഈ മുറി സ്പോൺസേർഡ് ബൈ സോയാൻസോ. പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ആ സൈസ് തൂണുകളല്ലെന്നേ. ആത്മീക ശുശ്രൂഷ ജാതികളുടെയിലും യഹൂദന്മാരുടെയിലും സുവിശേഷം നിമിത്തം ആത്മാക്കളെ നേടി ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നത് അവർ തൂണുകളെ പോലെ പില്ലേഴ്സ്, അവർ തൂണുകളെ പോലെ ദൈവം കണ്ടിരുന്നു. ഇതേ അർത്ഥത്തിലാണ് ഇവിടെ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തുന്നത്, ജയിക്കുന്നവന് ഞാൻ ആലയത്തിലെ തൂണാക്കി മാറ്റും. യെസ്, ജയാളികൾക്ക് ഭാവി കാലത്ത് ദൈവം കൊടുക്കുന്ന പ്രത്യേക പദവികളിൽ ഒന്നാണ്. ആമേൻ. രണ്ടാമത്തത്, ജയിക്കുന്നതിന്റെ മേൽ എഴുതുന്ന 3 നാമങ്ങൾ. രണ്ടാമത്തേൽ 3 നാമങ്ങൾ സബ് ഡിവിഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ദൈവത്തിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിനിധി, ദൈവത്തിന്റെ നാമം. ഹി ബിലോങ്സ് ടു ഗോഡ്. ദൈവത്തിൻ്റെത്. യോഹന്നാന്റെ ലേഖനങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ നാമം എങ്ങനെ 3:1 എഴുതിയിരിക്കുന്നത്? കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ, അല്ലേ? ദൈവത്തിന്റെ നാമം പോന്ന് ദൈവത്തിന്റെ പ്രതിനിധി എന്നുള്ളതാണ് ജയിക്കുന്നതിന് കൊടുക്കുന്ന ഒരു പേര്. രണ്ടാമത്, പുതിയ യെരൂശലേമിന്റെ നാമം എഴുതും. പുതിയ യെരൂശലേമിന്റെ നാമം. പുതിയ ഭൂമിയുടെ കേന്ദ്രസ്ഥാനമാണ് പുതിയ യെരൂശലേം. പുതിയ യെരൂശലേമിന്റെ കേന്ദ്രം. ആമേൻ. പുതിയ യെരൂശലേം അതിന്റെ പ്രതിനിധിയായി ഭരിക്കുന്നവരെന്ന അർത്ഥമാണ് പുതിയ യെരൂശലേമിന്റെ നാമം എഴുതുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ പേര് കർത്താവിന്റെ പുതിയ നാമം. ഇത് ശ്രദ്ധിക്കണേ, ഇത് നമുക്ക് ആർക്കും ഇതുവരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. കർത്താവിനൊരു പുതിയ പേരുണ്ട്. അത് കർത്താവിനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ. അതിനെപ്പറ്റി എത്ര വ്യാഖ്യാനിച്ച് നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല, മനസ്സിലായിട്ടില്ല. പുതിയ നാമം ആരുടെയാ? കർത്താവിന്റെ പുതിയ. യഹോവയുടെ പല നാമങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട് പഴയ നിയമത്തിൽ, പഞ്ചഗ്രന്ഥങ്ങളിലും പല പ്രവചന പുസ്തകങ്ങളിലും നമ്മൾ അതൊക്കെ ഉച്ചരിക്കുന്നുണ്ട്. യേശു എന്ന നാമം, മിശിഹ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, സെർവന്റ്, ദാസൻ, എല്ലാം ഒത്തിരി പേരുകളുണ്ട്. എന്നാൽ പുതിയൊരു പേര്, മനുഷ്യർക്ക് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കർത്താവിന്റെ പുതിയ നാമം. ആമേൻ. അതാണ് ഇവിടെ നാം വായിക്കുന്ന ജയിക്കുന്നവന് ദൈവം നൽകുന്നത്. ആമേൻ. 3 കാര്യങ്ങൾ. ഒന്നുകൂടെ വായിക്കാം, 12ാമത്തെ വാക്യം. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എൻ്റെ ദൈവത്തിന്റെ നാമവും എൻ്റെ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എൻ്റെ പുതിയ നാമവും, എൻ്റെ എന്ന് പറയുന്നത് കർത്താവിന്റെ പുതിയ നാമവും ഞാൻ അവരുടെ മേൽ എഴുതും. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ ദൂത് പറയട്ടെ. നിനക്ക്
നിനക്കെതിരെ ആരെല്ലാം എത്രയെല്ലാം പത്രങ്ങളിലോ പേപ്പറുകളിലോ അല്ലെങ്കിൽ മാഗസിനിലോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ നിനക്കെതിരെ എഴുതിയാലും, നിനക്കെതിരെ അപവാദം പറഞ്ഞ് എഴുതിയാലും നീ പേടിക്കണ്ട. കർത്താവ് നിന്റെ പേര്, കർത്താവ് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ദുഷിക്കുന്ന ഓരോ എന്തെല്ലാം അസഭ്യമാ ദൈവമക്കളെ നമ്മളെ കുറിച്ച് പറയുന്നത്. ചില ദൈവദാസിമാർ അനുഭവിക്കുന്ന ആക്ഷേപം അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. നമ്മുടെ മധ്യത്തിൽ പല ദൈവദാസിമാരുണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ദൈവദാസന്മാരായ നമ്മളും അനുഭവിക്കുന്നതാണ് പലരെയും ദുഷിക്കുന്നത്. എന്തെല്ലാം പേര് പറഞ്ഞാ ദുഷിക്കുന്നത്. അപ്പോൾ ഓർത്തോണം, ഇപ്രകാരം ഫിലദൽഫിയ സഭയുടെ ദൂത് പറയുന്നത് പോലെ ജയിക്കുന്നവർ ദൈവം ഇങ്ങനെ ചില പേരുകൾ, ചില നാമങ്ങൾ ദൈവം നൽകാൻ പോവുകയാണ്. അതറിഞ്ഞ പിശാച് ഈ ഭൂമിയിൽ നമ്മളെ കാരണം കൂടാതെ ചില കാര്യങ്ങളിൽ ദുഷിക്കുക. ഓരോ ദൂഷണനാമവും പറയുമ്പോൾ ഈ വെളിപ്പാട് 3-ന്റെ 12-ാമത്തെ വാക്യം ഓർത്തോളം ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. ഓരോരുത്തരും നിന്നെ ദുഷിക്കുമ്പോൾ, ഓരോരുത്തരും നിന്നെ കളവായി പറയുമ്പോൾ, ഓരോരുത്തരും നിന്നെ അസഭ്യം പറയുമ്പോൾ, ദൂഷണനാമം ചൊല്ലുമ്പോൾ ഓർത്തോണം, നീ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, വചനം കാക്കുന്നത് കൊണ്ട്, കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദുഷ്ടപിശാച് പലരുടെ നാവിന്മേൽ, പലരുടെ അധരങ്ങളിൽ നിനക്കെതിരെ ദൂഷണം പറയാൻ ഉപയോഗിക്കുന്നത്. അപ്പോഴും ലജ്ജിക്കേണ്ട, സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. കാരണം സ്വർഗത്തിൽ നമുക്ക് ദൈവം തരുന്ന നാമമുണ്ട്. അത് ജയിക്കുന്നവർക്ക് ലഭിക്കുന്ന നാമം. ആമേൻ, ആമേൻ. ഇനി നമുക്ക് ചില മിനിറ്റുകൾ, എല്ലാം ഒന്നും പറയുവാൻ സമയമില്ല, എല്ലായിടൊന്നും പറയാനൊന്നുമില്ല. ഫൂളിഷ് വിഡ്ഢിത്തരം കാണിക്കുന്ന 7-ാമത്തെ സഭ, ഇന്നത്തെ സഭ. ശ്രദ്ധിക്കണേ, ഇന്നത്തെ ക്രൈസ്തവ സഭയെ കാണണമെങ്കിൽ, ഇന്നത്തെ അച്ചായന്മാരെയും അമ്മാമ്മമാരെയും കാണണമെങ്കിൽ, ഇന്നത്തെ ശുശ്രൂഷകന്മാരെ അറിയണമെങ്കിൽ അടുത്ത ഭാഗമാണ്. ഞാൻ ഒന്ന് തുടങ്ങി വെക്കത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ അത് വ്യക്തമായി നമ്മളൊന്ന് പഠിക്കും. കാരണം ഇച്ചിരി കാര്യമായിട്ട് പറയാനുണ്ട്. ഇന്നത്തെ പ്രസന്റ് സഭ 1900 കാലത്തിന് ശേഷം കർത്താവ് വരുന്നിടം വരെയുള്ള ഇന്നത്തെ സഭ അലുക്കുലുത്ത്, എല്ലാ കച്ചടയും, എല്ലാ മാൽ പ്രാക്ടീസും തിമിർത്താടുന്ന ഒരു സഭ, അതാണ് ലവോദിക്യ സഭ. വരുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടുന്നവരോട് എല്ലാത്തിനെയും സ്വീകരിക്കാൻ, എല്ലാത്തിനെയും ഉൾക്കൊള്ളാനും, എല്ലാവരുടെയും കാര്യങ്ങളും കൂടിക്കലരുന്ന ഒരു ഫൂളിഷ് വിഡ്ഢിയായ, ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത സഭ എന്ന് പറഞ്ഞാൽ, ശീതവാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഉഷ്ണവാനായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ചൂടും ഇല്ല തണുപ്പും ഇല്ല. ഇതാണ് അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ പോകുന്ന സഭ. ദൈവം കൈവിടത്തില്ല. ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം നമുക്കൊന്ന് വായിച്ചു വിടാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. 14 മുതൽ ഒന്ന് വായിച്ചാട്ട്. ലവോദിക്യയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിനെഴുതുവാൻ ലേപനവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മനസ്സാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെങ്കിലും ചെവിയുള്ളവൻ കേൾക്കട്ടെ.
ഓക്കെ, കേൾക്കാമോ? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ലവോദിക്കീയ സഭയെ കുറിച്ചുള്ള ഒരു പൊതുധാരണ. ലവോദിക്കീയ സഭയുടെ ലവോദിക്കീയ ദേശം, സഭയുടെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓർപ്പിക്കത്തുള്ളൂ. ഇവിടെ എനിക്ക് നെറ്റ്വർക്കിന്റെ ഇച്ചിരി പ്രയാസമുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയാം. മുഖവുര അടുത്ത ക്ലാസ്സിൽ. പ്രശംസ ഒന്നുമില്ല. ലവോദിക്കീയ സഭയെ കുറിച്ച് വല്ല പ്രശംസ ഉണ്ടോ നോക്ക്. ഒന്നും പറയാനില്ല. വിമർശനം, വിമർശിച്ച് പറയാന്നറിയാമോ? ശീതവാനുമല്ല, ഹലോ, ശീതവാനുമല്ല, ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ലാത്ത അവസ്ഥ. അതാണ് ശീതോഷ്ണവാനെന്ന്. സമ്മിശ്ര സ്വഭാവം, ഡബിൾ മൈൻഡഡ്, ഡബിൾ നേച്ചർ, രണ്ട് സ്വഭാവം. ദൈവമക്കളെ കാണുമ്പോൾ, മീനെ കാണുമ്പോൾ മീനിന്റെ കൂട്ടത്തിൽ അങ്ങ് ചേരും. പാമ്പിനെ കാണുമ്പോൾ തല പൊക്കും, പാമ്പിന്റെ സ്വഭാവം. ഓട്ടച്ചൊല്ലും കളിവാക്കും ലോകകാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ ചെന്നാൽ അങ്ങനെ അന്നേരം വായിന്ന് വരുന്നതൊക്കെ ഭയങ്കരമാണ്. ശ്രദ്ധിച്ചാൽ മതി ചില ആൾക്കാരെ. അത് കഴിഞ്ഞ് ചർച്ചിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ വിശുദ്ധിയോ, എന്തോ ആരാധന, എന്തോ പ്രാർത്ഥന, എന്തോ കാര്യങ്ങളാ. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ വായിന്ന് വരുന്നത് വേറെ. ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആണും പെണ്ണും അല്ലാത്ത ജാതി. നമുക്ക് അടുത്ത ആഴ്ച കൂടെ വിശദീകരിച്ച് പറയാം, തെളിയിച്ചു തരാം. ആമേൻ. രണ്ടാമത്തത്, എന്റെ പ്രത്യേകം അറിയാമോ? ധനവാൻ എന്നാ ചിന്ത. കുറെ പണമൊക്കെ കാണും. അവന്റെ ചിന്ത, ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് അഭിമാനിക്കുന്ന സഭ. മാറുകളുടെ ആ ശൈലി കേൾക്കുമ്പോൾ അറിയാം. ഗമണ്ട്, പ്രൗഡി പീപ്പിൾ, പ്രൗഡി നേച്ചർ, ദുരഭിമാനം, സ്വയപ്രശംസ, ഐ ആം സംതിങ്, ഞാൻ എന്ന ഭാവം. ധനവാൻ സാധുക്കളെ മൈൻഡ് ചെയ്യത്തില്ല, പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യത്തില്ല. സമ്പന്നൻ, എനിക്കെന്തിനാ കുറവ്, എനിക്ക് ആരെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് ബാങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് വെച്ച് ഇട്ടേക്കുമല്ലയോ. 30, 35, 40 വർഷമൊക്കെ വിദേശ രാജ്യങ്ങളിൽ സമ്പാദിച്ച് തൊട്ടടുത്ത് നിൽക്കുന്ന സഹോദരനെ കാണാൻ കണ്ണില്ലാത്തവൻ അദൃശ്യനായ ദൈവത്തെ എങ്ങനെ കാണും? ആമേൻ. കൂട്ടു സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടും ക്ലേശവും മനസ്സിലാക്കാൻ കഴിയാത്ത, ആമേൻ, ഒരാൾ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കും? അങ്ങനെയുള്ള കുറെ കാറ്റഗറി ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ചിലതിനെയൊക്കെ ചില മാസയോഗങ്ങളിലും ചില കൺവെൻഷനും ഒക്കെ ചെല്ലുമ്പം കാണാം ഈ ടൈപ്പ് പാർട്ടികളെ. കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവരുടെ ഗമാൽറ്റി. ചില അമ്മാമ്മമാർ, അവരും വാനിറ്റി ബാഗൊക്കെ തൂക്കി ബ്രിട്ടീഷിലെ എലിസബത്ത് രാജ്ഞിയെ പോലെ ഇങ്ങോട്ട് എഴുന്നള്ളി വരുന്നത്. സാധാരണ സഹോദരിമാരെ കണ്ടാൽ കണ്ണുനീരും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് അനേകർ പിടിയിൽ നിൽക്കുന്ന ദൈവദാസിമാരെ കണ്ടാൽ ആദ്യം ഒന്ന് ആകമാനം നോക്കും, ഒളിഞ്ഞും പതിഞ്ഞും നോക്കും. ഇവര് അവരുടെ സ്റ്റാറ്റസിന് കൊള്ളത്തില്ലെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ഈ കാറ്റഗറി ഇന്ന് കുറെ ഉണ്ട്. അകത്ത് വരുമ്പോ ഭയങ്കര തുള്ളലില്ല, ഭയങ്കര ഇത് കുറെ എണ്ണമുണ്ട്. സ്റ്റേജിൽ വന്നിട്ട് ഇങ്ങനെയുള്ള അച്ചായന്മാരെ അമ്മാമ്മമാരെ വാ കൊണ്ട് കുളിപ്പിക്കുന്ന ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ പൊക്കി പറയുന്ന കുറെ എണ്ണം. കർത്താവിനെ ഉയർത്തത്തില്ല. കാരണം ഡോളർ കിട്ടണ്ടേ, ഡോളറെ, കേടി കുവൈറ്റ് ദിനാറെ, ദുബായ് ദർഹം ഇനി അകത്ത് വരണ്ടായി. അതിനുവേണ്ടി അവർക്കത് ഇഷ്ടമാണ്. കേൾക്കുന്നത് അവർക്കൊരു രസമാണ്, പറയുന്നവർക്ക് അവർക്കും ബെനിഫിറ്റാ. ഇതിങ്ങനെയുള്ളൊരു കാലഘട്ടമാണ്. ഓക്കെ, ഇനി അവരെ കുറിച്ചുള്ള പ്രബോധനം അടുത്ത ശ്രദ്ധിക്കണേ. അപ്പം വിമർശനം എന്താ? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല. പിന്നെ സ്വയപ്രശംസ ഉള്ളവർ. എങ്ങനാ?
ധനവാൻ സമ്പന്നൻ ഒന്നിനും മുട്ടില്ല എന്ന് അഭിമാനിക്കുക, ചുമ്മാ അഭിമാനിക്കുക. ഒരു ചെറിയൊരു ഈച്ച കടിച്ചാൽ മതി, ഈച്ച കുത്തിയാൽ മതി. ICU പോയിട്ട് ഇറങ്ങി വരുമ്പോൾ മനസ്സിലാവും ഇവനോടെ വന്നാൽ കൊള്ളാം. അവസാനം കിടന്ന് നട്ടോട്ട് ഓടുന്ന ഒരു സമയമുണ്ട്. സാധുക്കളായ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും തിരയുന്ന ഒരു സമയമുണ്ട്. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും. ഓക്കെ. പ്രബോധനം. സമ്പന്നനാകേണ്ടതിന് അവരുടെ വസ്ത്രം, കാഴ്ച ലഭിക്കേണ്ടതിന് ലേപം എന്നിവ വിലയ്ക്ക് വാങ്ങുക. ഈ പറയുന്ന സമ്പന്നത ആത്മീയ സമ്പന്നത. സമ്പന്നനാണെന്ന് പറയുന്നത് ഭൗതിക സമ്പത്ത്, പക്ഷെ ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുക ഇല്ല. പറയാനൊന്നും ഇല്ല. ദൈവാത്മാവില് ദൈവവചനത്തിന്റെ ആഴങ്ങളിലോട്ട് പോയിട്ടില്ല. ദരിദ്രാവസ്ഥയാണ്. ആമേൻ. അടുത്തത് അവരെക്കുറിച്ച് മുന്നറിയിപ്പ് കൂടെ പറയാം. 2 കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇന്ന്. മുന്നറിയിപ്പ്. വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. കർത്താവ് തുപ്പിക്കളയുന്നു. കർത്താവ് നെഗ്ലക്ട് ആൻഡ് റിജക്റ്റഡ് ആയിരിക്കും. ഒരു തുണിത്തരങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം ഒരു ഫാക്ടറിയിലോ കമ്പനിയിലോ റിജക്റ്റ് ആയാൽ എന്തിനും കൊള്ളാം. പ്രിയമുള്ളവരെ, ദൈവം റിജക്റ്റ് ചെയ്യുമെന്ന് വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയും. കാരണം ആ സഭയുടെ വിശേഷതകൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവസാനം അവരെക്കുറിച്ചുള്ള വാഗ്ദാനം, ജയിക്കുന്നവർക്ക് കർത്താവിന്റെ സിംഹാസനത്തിൽ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ വരം നൽകും. ഇത് ജസ്റ്റ് ഞാൻ ഇൻട്രൊഡക്ഷൻ തരുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഈ ലവോദിക്കയെ കുറിച്ച് വിശദീകരിച്ച ശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കയറും. 4-ാം അധ്യായം മുതൽ വേറെ ഇച്ചിരൂടെ ആധികാരികമാണ്. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ പാർട്ടേ വന്നിട്ടുള്ളൂ. ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മേലാൽ സംഭവിപ്പാനുള്ളത്. സ്വർഗം തുറക്കുന്ന കാര്യം 1-ാം അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇനി മനസ്സിലാക്കാൻ ഇടയാകുന്നത്. അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓവർ ടു വീണ സിസ്റ്റർ.